ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് വന്നത്. അമ്മയാണ് അവിടേക്ക് ആദ്യത്തെ. ചില ആൾക്കാരുടെ ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു. അത് കാരണം അമ്മ അവിടേക്ക് ആദ്യം പോയി. ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ ട്രെയിൻ കാത്തിക്കാൻ പോയി. അമ്മ അവിടുത്തെ ടിക്കറ്റൊക്കെ ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ കാത്തിരിക്കുകയാണ്. അത് കാരണം കുറച്ച് നേരം എടുത്തു ട്രെയിൻ വരാൻ. ഞങ്ങൾക്ക് തൃശ്ശൂരിക്കാണ് പോകേണ്ടത്. അത് കാരണം തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങളുടെ ട്രെയിൻ. അത് കാരണം ഞങ്ങൾ ഒരു ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ എടുത്ത് തൃശ്ശൂരിക്ക് പോയി. ട്രെയിൻ വന്നപ്പോൾ എല്ലാവരും ട്രെയിനിലേക്ക് ഓടിക്കയറി. ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിൽ. പിന്നെ എനിക്കും ഒരു ആൻറ്റിക്കും മാത്രം ഇരിക്കാൻ സീറ്റ് കിട്ടി. ബാക്കി എല്ലാവരും നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ തൃശ്ശൂരെത്തി. പക്ഷേ ഞങ്ങളുടെ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് ഇവിടെ ചോദിക്കുക, എപ്പോഴാണ് ട്രെയിൻ വരാന്ന്. ഞങ്ങളവിടെ കുറേ ഫോട്ടോ എടുത്തു, വീഡിയോസ് എടുത്തു. പക്ഷെ അങ്ങനെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഒരുവിധം. ഞങ്ങൾ ട്രെയിനിൽ കയറി കിടന്നിറങ്ങി. അങ്ങനെ രാവിലെ 6 മണിയായി. എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തി. ഇനി ഞങ്ങൾ പറയാം ഞങ്ങൾ എവിടെയാണ് പോണേന്ന്. അതാണ് മൂകാംബിക. ഞങ്ങളെല്ലാവരും ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. ചെറിയൊരു സ്റ്റേഷനായിരുന്നു ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ ഒരു കാറ് വിളിച്ചു. എന്നിട്ട് 2 കിലോമീറ്റർ ഉണ്ടായി മൂകാംബികയിലേക്ക്. അവിടെ ഞങ്ങളൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയേ. അവിടെ ആനുണ്ടായിരുന്നൊക്കെ, പിന്നെ പുലി ഉണ്ടാവുമെന്ന് അവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായി. പക്ഷെ ഞങ്ങളൊന്നിനും കണ്ടില്ല. മൂകാംബികയിലെത്തി. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തു. ആ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ പേര് താന്ത്രിക് ഗസ്റ്റ് ഹൗസ് എന്നാണ്. പിന്നെ ഞങ്ങൾ ഓൺലി അവിടെ ഒരു റൂം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫ്രഷായി. പിന്നെ എല്ലാവരും മൂകാംബികയിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ വെച്ച് കുറേ പശുക്കളെ കണ്ടു. ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു പശുവിനത്തോടെ. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, ഒരു പേടിയും ഇല്ലാതെ ഞാൻ തൊട്ടു. ഞങ്ങളങ്ങനെ മൂകാംബിക ടെമ്പിളിലെത്തി. ഞങ്ങൾ പോവാൻ വിചാരിച്ചൊരു ടെമ്പിളായിരുന്നു മൂകാംബിക. ഭയങ്കര തിരക്കായിരുന്നു അവിടെ മൂകാംബിക ടെമ്പിളിൽ. അവിടെ ഒരു ലയൻ തന്നെ ഉണ്ടായി, പറഞ്ഞൊരു വലിയ ലയൻ. ഈ ഒരു ശ്രീ മൂകാംബിക ദേവീനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ദേവീനെ പുറത്തെഴുന്നള്ളിക്കായിരുന്നു. 3 പ്രാവശ്യം റൗണ്ട് അടിക്കും. എന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കയറ്റും. ഞാൻ അവിടെ ഒരു രസകരമായ കാഴ്ച കണ്ടു. അവിടെ കല്യാണം ഉണ്ടായിരുന്നു. ചെക്കനെയും പെണ്ണിനെയും കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായി. ഗൈസ്, ഇതാണ് മൂകാംബിക ദേവിയുടെ ഫ്രണ്ട് വശം. ഇവിടെയാണ് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുക. ഫോട്ടോയും വീഡിയോസും എല്ലാം. ഇതിന്റെ തൊട്ട് സൈഡിൽ കാണുന്നതാണ് സരസ്വതി മണ്ഡപം. ഇവിടെയാണ് എല്ലാവരും എഴുത്തിനിരുത്തുക. പിന്നെ ഞങ്ങള് ദേവീനെ കാണാനുള്ള ക്യൂല് നിന്നു. സ്പെഷ്യൽ ക്യൂലാണ് ഞങ്ങൾ നിന്ന്. ഞാൻ അവിടേക്ക് വന്നപ്പോൾ ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ച കണ്ടു. അതാണ് ഇതുപോലെ കോയിൻ ഓരോ ഹോളുണ്ട് അതിൻ്റെ അടിയിലും മുകളിലൊക്കെ. അപ്പോൾ ഹോളിൻ്റെ ഉള്ളിലൊക്കെ കോയിൻ ഇതുപോലെ വെച്ചേക്കാണ്, ഉള്ളിലേക്ക് ഇറക്കി. അത് കാരണം അത് നമുക്ക് എടുക്കാൻ പറ്റില്ല, അത്ര ശക്തിയില്ല അത് വെച്ചേക്കണം. ഞാനും ഒരു കോയിൻ അവിടെ വെച്ചു. അതിന് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ പോയത് സരസ്വതി മണ്ഡപത്തിലേക്കാണ്. അവിടെ ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അമ്പലത്തിൻ്റെ പുറത്ത് ദൈവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറെ കുഞ്ഞു ദൈവങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഞാൻ പോയി തൊഴുതു. അവിടെ നന്ദിയുടെ ഒരു ചെവി പൊത്തിപ്പിടിച്ച് മറ്റേ ചെവിയിൽ നമ്മൾ രഹസ്യം എന്ന് പറഞ്ഞ അത് ഇതുപോലെ സത്യമാവുന്നാണ് വിശ്വാസം. ദേവിക്ക് സമർപ്പിച്ച് കുറേ സാരികളുണ്ട്. ആ സാരികൾക്കൊക്കെ നമ്മൾ വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഞാൻ അവിടെ കണ്ടത് ഒരു ദേവിയുടെ ഒരു സ്വർണ്ണത്തേരാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് സെക്ഷനിലെത്തി. അവിടെ ഞങ്ങൾ ഫുഡ് കഴിച്ചു.
ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തി. എന്നിട്ട് വൈകിട്ട് ദേവിക്ക് കൊടുക്കാനുള്ള പൂക്കളൊക്കെ നന്നാക്കി. ഇവിടെ ഒരു അമ്മയുണ്ട്. ആ അമ്മ നമുക്ക് അമ്പലത്തിൽ എന്തൊക്കെ വഴിപാടും പൂജകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു തരും. അങ്ങനെ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ഒരു സരസ്വതി പൂജ നടത്തി. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. പിന്നെ ഞങ്ങൾ കടകളിൽ ജസ്റ്റ് ഒന്ന് കയറി അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ അവിടെ ഞങ്ങൾ തേര് കണ്ടു, പല്ലക്ക് കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടു കൂട്ടുകാരെ. വൈകിട്ട് നല്ല തിരക്കൊക്കെയാണ് അവിടെ. അത് കാരണം ഞങ്ങൾ അവിടുത്തെ കുറേ പ്രോഗ്രാംസ് ഒക്കെ കണ്ട് വീണ്ടും ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. ഗൈസ്, അങ്ങനെ രാവിലെയായി. എന്നിട്ട് ഞങ്ങൾ മൂകാംബിക ദേവീനെ തൊഴാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ബാക്ക് വശത്തിലൂടെയാണ് ഇപ്രാവശ്യം കയറിയത്. അപ്പോൾ അവിടെ നെയ്വിളക്ക് ഉണ്ടായി. അപ്പം അച്ഛനും പിന്നെ എല്ലാവരും നെയ്വിളക്ക് എടുത്തു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഞാനും എഴുത്തിനിരുന്നു. നല്ല തിരക്കായിരുന്നു. എഴുത്തിനെടുത്താൽ ഭയങ്കര തിരക്കായിരുന്നു. ഞാനും അവിടുത്തെ ശാന്തി പറഞ്ഞതുപോലെ അരിമണിയിൽ എഴുതി. പിന്നെ നമ്മൾ ലഡ്ഡു വാങ്ങിച്ചു. ആ ലഡ്ഡുവിന്റെ ക്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. കൂട്ടുകാരെ, ഞാനും ഒരു നെയ്വിളക്ക് കത്തിച്ചു. എനിക്കും ഒരു നെയ്വിളക്ക് കത്തിക്കാൻ ആഗ്രഹം ഉണ്ടായി. ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഓം ദേവി ജഗന്മയീ അമ്മേ ശ്രീധരി പ്രിയങ്കരി. പിന്നെ ഞാനും അച്ഛനും അമ്മൂമ്മയും ഒക്കെ നിൽക്കണ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അന്നും ഞങ്ങൾ എഴുന്നള്ളിപ്പ് കണ്ടു. അന്ന് ഞങ്ങൾ പല്ലക്കിലാണ് എഴുന്നള്ളിക്കൊണ്ട് പോകുന്നത് കണ്ടേ. അങ്ങനെ ഞങ്ങൾ പുറത്തിലേക്ക് പോയി. പിന്നെ അവിടെ ഒരു ഗണപതി കോയിലുണ്ടായി. അപ്പം ഞങ്ങൾ അവിടെ കയറിയെന്ന് തൊഴുതു. പിന്നെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഓരോരോ ഫാമിലിയാ. പിന്നെ ഞങ്ങൾ പോയത് സൗപർണിക നദിയിലേക്കാണ്. ഞങ്ങളൊരു മഴ സമയത്താണ് പോയത്. അവിടെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി കാലൊന്ന് കഴുകി. നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക തരം ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഗരുഡ ഗുഹ കണ്ടു. പിന്നെ അതെല്ലാം ലോക്കഡായിരുന്നു, എന്താണെന്നറിയില്ല. പക്ഷെ അവിടുത്തെ വൈബൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോണ വഴിക്കൊക്കെ ഒരു സ്കൂള് കണ്ടു. അങ്ങനെ ഭയങ്കര രസകരമായിരുന്നു ഗൈസ്.